മൈ ഗോഡ്, കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ വിജയ പടയോട്ടം തുടരുന്നു. സീസണിൽ റെലിഗേറ്റ് ചെയ്യാൻ കാത്തിരിക്കുന്ന മുഹമ്മദിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തുകയാണ്. വിദേശ താരങ്ങളുടെ മികവിൽ മുഹമ്മദിന്റെ 3 ഗെയിം അൺബീറ്റൻ റൺ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനിപ്പിക്കുന്നു. കളിയിലെ ഗോളുകൾ നമുക്കൊന്ന് ചികഞ്ഞു നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് കുറച്ച് അറ്റാക്കുകൾ ആദ്യം ഉണ്ടായിരുന്നു. എന്നാൽ 42ാമത്തെ മിനിറ്റിലായിരുന്നു കളി ചൂട് പിടിച്ചത്. 42ാമത്തെ മിനിറ്റിൽ ഓപ്പണന്റ് ഗോൾ കീപ്പറുടെ ലോങ് കിക്ക്, പന്ത് ഒരു ഹെഡറിന് ശേഷം നമ്മുടെ സെൻട്രൽ ബാക്കിന്റെ കാലുകളിലേക്ക് വരുന്നു. ഇവിടെ നിന്നാണ് മുഹമ്മദൻ SSCയുടെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ആക്റ്റീവായി. ഈവൻ ഒരു ചിപ്പ് പാസ് കൃത്യമായിട്ട് ലെഫ്റ്റ് വിങ്ങിലുള്ള കെവിൻ യോക്കിലേക്ക് നൽകുന്നു. കെവിൻ യോക്ക് അത് ഫസ്റ്റ് ടൈം തന്നെ വിപിനിലേക്ക് മറിച്ചു നൽകാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അത് ആക്യുറേറ്റ് ആയിരുന്നില്ല. വിപിൻ ആ പന്ത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മിഡ്ഫീൽഡിൽ ഫ്രീ ആയി നിന്നിരുന്ന മഹിദോഷ പന്ത് ചലഞ്ച് ചെയ്ത് നേടിയെടുക്കുന്നു. ആ കളിക്കാരന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആണ് അവിടെ കാണാൻ സാധിച്ചത്. അതുവരെ പറയാൻ പാകത്തിനുള്ള ഒരു മൊമെന്റും മുഹമ്മദിന് ഉണ്ടായിരുന്നില്ല. പന്തെടുത്ത് മുമ്പോട്ടേക്ക് പോയ അദ്ദേഹം ഒരു 25 യാർഡ് അകലെ നിന്ന് തന്നെ ഒരു ലോങ് റേഞ്ച് ഷോട്ട് എടുക്കുന്നു. ആ ഷോട്ടിന്റെ അക്യുറസി അഭിനന്ദിച്ചേ മതിയോ. ഗോൾ കീപ്പർക്ക് ഒരു ചാൻസ് നൽകാതെ ഫാർ പോസ്റ്റിന്റെ കോർണറിലേക്ക് ആ ബോൾ എത്തിപ്പെടുന്നു. മുഹമ്മദിന്റെ ആദ്യ ഗോൾ പിറക്കുന്നു. ബ്ലാസ്റ്റേഴ്സിന് വാർണിംഗ് ബെൽ മുഴങ്ങുന്നു. 43ാമത്തെ മിനിറ്റിൽ ഹോമിപ്പം ചിപ്പ് ചെയ്ത പന്ത് നേരെ എതിരാളികളിലേക്കാണ് പോകുന്നത്. പന്തെടുത്ത് മുഹമ്മദൻ താരൻ മുന്നേറുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളുകളിൽ എടുത്തു പറയേണ്ട ഒരു ഹിഡൻ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് ഫ്രെഡിയുടേതാണ്. ഫ്രെഡി ആ കളിക്കാരനെ അവിടെ നിന്ന് തന്നെ ടാക്കിൾ ചെയ്യുന്നു. ഇവിടെയാണ് ഒരു ഡിസ്ട്രോയറുടെ ഇമ്പാക്ട് കാണുന്നത്. പന്തെടുത്ത് ക്യാരി ചെയ്ത് അദ്ദേഹം വിങ്ങിലൂടെ റൺ എടുക്കുന്ന കെവിൻ യോക്കിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ആ ടാക്കിളിന് ശേഷമുള്ള യോക്കയിലേക്കുള്ള പാസും അടിപൊളി തന്നെയായിരുന്നു. വളരെ നാരോ ആയിട്ടുള്ള ഒരു ഗ്യാപ്പിലൂടെ അദ്ദേഹം കൃത്യമായിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ഇനീഷ്യേറ്റ് ചെയ്യുകയാണ്. ശേഷം കെവിൻ യോക്കിന്റെ സ്ഥിരം കാണാറുള്ള ബോക്സിലേക്കുള്ള ആ ഡ്രിബ്ലിംഗ്. ഇത്തവണ നിങ്ങൾ നോക്കിയാൽ മുഹമ്മദിന്റെ 3 താരങ്ങളാണ് യോക്കിനെ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. കെവിൻ യോക്കിയുടെ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി 2 സെൻട്രൽ ബാക്കുകൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു വലിയ ഗ്യാപ്പ് നിങ്ങൾ നോക്കുക. ഫ്രാൻച്ചുവിനെ പോലുള്ള ഫോറിൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു കളിക്കാരൻ ആ ഒരു സ്പേസ് മുതലെടുക്കാതിരിക്കില്ല. ഫ്രാൻച്ചുവിന്റെ ആ സ്പേസിലേക്കുള്ള റണ്ണിനോടൊപ്പം തന്നെ ആ 3 താരങ്ങൾക്കിടയിലുള്ള നാരോ ഗ്യാപ്പിലൂടെ കെവിൻ യോക്കെ നൽകിയ പാസിനും നമ്മൾ ക്രെഡിറ്റ് നൽകണം. അവിടെ 15 മുമ്പോട്ടേക്ക് വന്ന് ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടി ആംഗിൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് മുൻകൂട്ടി കണ്ട ഫ്രാൻച്ചു ആ പന്ത് ഡിഫൻഡർക്കും ഗോൾ കീപ്പർക്കിടയിലുള്ള സ്പേസിലൂടെ ചിപ്പ് ചെയ്തുകൊണ്ട് ഫാർ പോസ്റ്റിലേക്ക് അടിച്ചു വിടുകയാണ്. അവിടെ ഡിഫൻഡർക്കും ഗോൾ കീപ്പറുടെ ഒരു സ്പേസ് ഉണ്ടോ എന്നുള്ളത് തന്നെ ഈ ആംഗിളിൽ നിന്ന് വ്യക്തമല്ല. ആ ഒരു ഗ്യാപ്പിലൂടെ തന്നെ ഫ്രാൻച്ചു അത് സ്കോർ ചെയ്തു എന്നുള്ളത് ഇത് പ്യുവർ ബ്ലാസ്റ്റേഴ്സിന്റെ ബ്രില്യൻസ് തന്നെയാണ്. വീക്ക് ഓപ്പണന്റ് അല്ല എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ്. അങ്ങനെ ആദ്യ പകുതിയിൽ കളി 1-1 സമനിലയിൽ പിരിയുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ കളി എന്തായാലും വിജയിച്ചേ മതിയാവൂ എന്നുള്ള ആർജവം ഉണ്ടായിരുന്നു. 5 കളികളിൽ നിന്ന് 4 വിജയവും 1 സമനിലയും. ആഷ്ലി വെസ്റ്റ്വുഡ് ISL ഭരിക്കുകയാണ്. ഒരുപക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും മികച്ച റൺ ഇവാൻ വുക്കോമനോവിച്ചിന്റെ കാലത്ത് പോലും ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ആക്ച്വലി വിചാരിച്ചാൽ ഇത് നടക്കുമായിരുന്നു അല്ലേ. 58ാമത്തെ മിനിറ്റാണ് കളിയുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2ാമത്തെ ഗോൾ പിറന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു അറ്റാക്കിന് കൗണ്ടർ അറ്റാക്ക് നടത്താൻ ശ്രമിക്കുന്ന മുഹമ്മദൻ SSC ഫ്രെഡിയുടെ കാലുകൾക്കിടയിലൂടെ ഒരു പാസ് നൽകാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവിടെയാണ് ഞാൻ ഫ്രെഡിയുടെ കോൺട്രിബ്യൂഷനെ പറ്റി പറഞ്ഞത്. അവിടെ ലാലൻ ഗീസക്ക എന്ന മുഹമ്മദൻ കളിക്കാരനെ ഫ്രെഡി വീണ്ടും ടാക്കിൾ ചെയ്ത് പന്ത് തിരിച്ചെടുക്കുകയാണ്. എഗെയിൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കൗണ്ടർ അറ്റാക്ക്. ഒരു പാസിംഗ് കോമ്പിനേഷൻ പ്ലേക്ക് ശേഷം പന്ത് ലെഫ്റ്റ് വിങ്ങിൽ കെവിൻ യോക്കിലേക്ക്. പെനാൽറ്റി ബോക്സിൽ എത്തിയ ശേഷം ഈ സീസണിൽ ഉടനീളം കെവിൻ കല മുടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒന്നും തന്നെ നൽകാൻ വേണ്ടി അദ്ദേഹത്തിന് ഈ സീസണിൽ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കളി 2 അസിസ്റ്റുകളാണ് അദ്ദേഹം നേടിയത്. ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് കർവ് ചെയ്തുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ക്രോസ്. സ്ട്രൈക്കർ ബർത്തോമിന് കൃത്യം തലവെക്കാൻ പാകത്തിന് പോയ ക്രോസിന് കൈയടിച്ചേ മതിയാവും. ബർത്തോമി ഫിനിഷ് ചെയ്യുന്നു. കെവിൻ യോക്കിന് തന്റെ 2ാമത്തെ അസിസ്റ്റ് ലഭിക്കുന്നു. അതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കളിയിൽ ലീഡ് എടുക്കുന്നു. നമുക്കറിയാം 2 ഗോളിന്റെ ലീഡ് ഒരിക്കലും ശാശ്വതമല്ല. പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം 2ാം പകുതിയിൽ വെറും ഒരു മാറ്റമാണ് ആഷ്ലി വെസ്റ്റ്വുഡ് നടത്തിയിട്ടുള്ളത്. 1ാം പകുതിയിൽ പ്രത്യേകിച്ചൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതിരുന്ന നിഹാലിനെ പുറത്തേക്ക് വലിക്കുന്നു. പകരം ഒരുപാട് കാലം ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വന്ന 21-കാരനായ മറ്റൊരു മലയാളി താരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കർ ശ്രീകുട്ടൻ കളിക്കളത്തിലേക്ക് വരുന്നു. വീണ്ടും ആഷ്ലി വെസ്റ്റ്വുഡിന്റെ അണ്ടറിൽ ഒരു സൂപ്പർ സബ് പിറക്കുന്നു. 74ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഗോൾ കിക്ക്. പന്ത് നേരെ ലെഫ്റ്റ് വിങ്ങിൽ യോക്കയിലേക്ക് വരുന്നു.
മിഡ്ഫീൽഡിലുള്ളത് വിപിനാണ്. യോക്കയ്ക്ക് കട്ട് ചെയ്ത് അകത്തേക്ക് കയറാൻ വേണ്ടി സ്പേസ് വേണം. വിപിൻ വിങ്ങിലേക്ക് പോകണം. ഈ ഒരു പാറ്റേൺ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് കാണാത്തവർക്ക് വേണ്ടി യോക്കയുടെ കഴിഞ്ഞ വീഡിയോ ചാനലിലുണ്ട്, എടുത്ത് കാണാവുന്നതാണ്. യോക്കെ കട്ട് ചെയ്ത് അകത്തേക്ക് കയറുന്നു, വിങ്ങിലുള്ള വിപിനിലേക്ക് പാസ് ചെയ്യുന്നു. വിങ്ങിൽ ലഭിച്ച ആ സ്പേസിൽ പാസ് സ്വീകരിച്ച് വിപിൻ മുൻപിലേക്ക് ഓടുന്ന സ്ട്രൈക്കർ വിക്ടർ ബർത്തോമിലേക്ക് ഒരു ത്രൂ ബോൾ നൽകുകയാണ്. അതിനുശേഷം കെവിൻ യോക്കയുടെ ഡ്രിബ്ലിംഗ് നമ്മൾ വീണ്ടും കാണുന്നു. വിപിനിലേക്ക് പാസ് ചെയ്യുന്നു. വിപിൻ ഫ്രാൻചുവിലേക്ക് പാസ് ചെയ്യുന്നു. പെനാൽറ്റി ബോക്സിന് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്പേസ് 114 ആ കൺജസ്റ്റഡ് ഏരിയയിൽ ഫ്രാൻചുവിന്റെ ഈ പ്രകടനം നമ്മൾ എടുത്തു പറഞ്ഞേ മതിയാവും. തന്റെ ബോഡി മൊമെന്റത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്ലേയേഴ്സിനിടയിലൂടെ അദ്ദേഹം ഡ്രിബിൾ ചെയ്ത് ബോക്സിനകത്തേക്ക് കയറുകയാണ്. അതിനുശേഷം ഒരു ഫേക്ക് ഇട്ട ശേഷം ഒരു സെക്കൻഡ് പോലും അവിടെ ഡിലേ ആവുന്നില്ല. അദ്ദേഹം മുമ്പിലേക്ക് നോക്കുന്നില്ല. പന്ത് ചിപ്പ് ചെയ്ത് റൈറ്റ് വിങ്ങിൽ ഫ്രീ ആയി നിൽക്കുന്ന ശ്രീകുട്ടനിലേക്ക് പാസ് ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് സ്പോട്ട് 6 യാർഡ് ബോക്സിനകത്തേക്ക്. അത് ഫിനിഷ് ചെയ്യാതിരിക്കാൻ ഒരു കാരണവുമില്ല. പാസ് കൊടുത്ത ശേഷം ഫ്രാൻചുവിന്റെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, കഴിഞ്ഞില്ലേ. ശ്രീകുട്ടൻ ഫസ്റ്റ് ടൈം തന്നെ അത് ഫിനിഷ് ചെയ്യുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു വിജയ ഗോൾ നേടാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നു. ഏതൊരു മലയാളി ഫുട്ബോൾ താരത്തിന്റെയും ഡ്രീം കൂടിയാണിത്. അത് നേടിയെടുക്കാൻ ശ്രീകുട്ടനും സാധിക്കുന്നു. വികാരഭരിതമായ നിമിഷം. അങ്ങനെ 3-1 കേരള ബ്ലാസ്റ്റേഴ്സ് വിജയം പിടിച്ചെടുക്കുന്നു. ആ ഗോളിന് ശേഷവും കേരള ബ്ലാസ്റ്റേഴ്സ് ഒട്ടനവധി അറ്റാക്കുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം ഉറപ്പിക്കാൻ ഇത് മതിയായിരുന്നു. അറ്റാക്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ മിന്നും പ്രകടനമായിരുന്നു ഈ കളി. കെവിൻ 2 അസിസ്റ്റുകൾ നേടി. ബർത്തോമിയോ ഒരു ഗോൾ നേടി. ഫ്രാൻചു ആണെങ്കിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടി. അങ്ങനെ ഈ വിജയത്തോടുകൂടി ആഷ്ലി വെസ്റ്റ്വുഡിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് 12 കളികളിൽ നിന്ന് 14 പോയിന്റുകൾ നേടിയിരിക്കുന്നു. കറന്റ് ടേബിളിൽ 8ാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയാം. ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് നേടാൻ പറ്റുന്ന ഏറ്റവും വലിയ പൊസിഷൻ തന്നെയാണ് 8ാം സ്ഥാനം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷനിൽ തന്നെ ഫിനിഷ് ചെയ്യാനും സാധിക്കും. ഒരു പ്രോപ്പർ മിഡ് ടേബിൾ ഫിനിഷ് എന്ന് പറയാം. ഈ കളിയിലെ ബ്ലാസ്റ്റേഴ്സിലെ മുഴുവൻ അറ്റാക്കുകളും അതിന്റെ പോരായ്മകളും ഗുണങ്ങളും ഒക്കെ തുന്നിച്ചേർത്തുകൊണ്ടുള്ള ഫുൾ അനാലിസിസ് വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിലെ അവസാന മത്സരം FC ഗോവക്കെതിരെയാണ്. നമ്മൾ വീണ്ടും ഒരു കട്ടുകട്ടി ടീമിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ്. അതിനു നമുക്ക് കുറച്ച് ഡിസ്കഷൻ വീഡിയോസുമായിട്ടൊക്കെ കൂടിച്ചേരാം. കളിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഫേവറേറ്റ് പ്ലെയർ ഏതാണെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.